ആദ്യത്തെ ലെവലും രണ്ടാമത്തെ ലെവലും നമ്മൾ ജയിച്ചു നിൽക്കുന്നതുകൊണ്ടേ തോറ്റ് നിൽക്കുന്നതുകൊണ്ട് ഇനി മൂന്നാമത്തെ ലെവലിലേക്ക് ചേച്ചി പോണോ വേണ്ടയോ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് തീരുമാനം വിടുകയാണ്. ചേച്ചിക്ക് ഒരു അവസരം കൂടെ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇനിയും മത്സരിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചേച്ചി നിൽക്കണമെന്നുള്ളവരെല്ലാരും ഒന്ന് കൈ. നിസാമോൾ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളവരൊന്ന് കൈ. നമ്മുടെ പ്രിയപ്പെട്ട നിസാമോൾ അവിടെ പുറകിൽ ആളെ നോക്ക്. നീ പുറകില് 2 എല്ലാരും നോക്ക്. 4 5 6 7 8 പേരുണ്ട്. 9 10 പേരുണ്ട്. 11 12 ഇക്കിളിട്ട് പൊക്കല്ലേ കൈതാത്തുവേ. 12 11. ഇനി ചേച്ചി പോയിട്ട് പുതിയ ആളെ കൊണ്ടുവരണം എന്നുള്ളൊരു കൈവൊക്കെ. എന്നാ നിക്കണ്ട, പറഞ്ഞു വിടണമെന്നാണ് ചേച്ചി ഇവിടെ ഇരിക്കണം. ചേച്ചിക്ക് ഒരു പ്രോത്സാഹന സമ്മാനം ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ആദിയാണ് ചേച്ചിക്ക് നിസാമോൾ ചേച്ചിക്ക് തരുന്നത് പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസ്. ഇനി വെയിറ്റിംഗ് ലിസ്റ്റ് ഇരിക്കുന്ന കണ്ടസ്റ്റൻസ്, നിങ്ങളിൽ നിന്നും ഒരാൾക്ക് ഈ മത്സരത്തിൽ ജോയിൻ ചെയ്യാൻ അവസരം ലഭിക്കുകയാണ്. നീ ഒരു ടാസ്ക് കൊടുത്തിട്ട് നീ തന്നെ അങ്ങ് സെലക്ട് ചെയ്ത് കറക്കി കുത്തി എടുത്തോട്ടെ. അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറ്റൂല. മര്യാദയ്ക്ക് ടാസ്ക് ഓർഡർ ചെറുക്ക. ഒരു ടങ് ട്വിസ്റ്റർ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരും. നാക്കുളിക്ക്. അപ്പൊ അത് കൃത്യമായിട്ട് ഒരു അവസരമേ ഉള്ളൂ. കൃത്യമായിട്ട് തിരിച്ചു പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്കായിരിക്കും നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ആയിട്ട് വിജയകരമായിട്ട് നിൽക്കുന്ന ഈ ടീമിലോട്ട് കയറാനുള്ള ആ ഒരു സൗകര്യം ഒരുക്കി തരുന്നത്. ശ്രദ്ധിച്ച് കേക്ക്. ഈ നെട്ടൂരാനോടാണോടോ തന്റെ കളി? അത് പറ. ഈ നെട്ടൂരാനോ അടുത്തത്. ഈ നെട്ടൂരാനോടാണോ നിന്റെ കളി? ഒന്നുകൂടെ പറ. ഈ നെട്ടൂരാനോടാണോ നിന്റെ കളി? ഒന്നുകൂടെ. ഈ നെട്ടൂരാനോടാണോ നിന്റെ കളി? കുഴപ്പമില്ല. ഇവിടെ കൊടുക്ക. ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി? അടിപൊളി. ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി? ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി? ശരി. നീ നെറ്റൂരാണ്. നിന്റെ 2 എന്റെ നെറ്റിയിൽ ഇടിച്ചറാ. ഈ നെട്ടൂരാനോടാണോ നിന്റെ കളി? ഈ നെട്ടൂരാനോടാണോ നിന്റെ കളി? അപ്പുറത്ത്. ഈ നെട്ടൂരാനോടാ. ഇതില് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് അൻസിലയാണ്. ഏറ്റവും മികച്ചതായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് അൻസിലയ്ക്ക് നമ്മുടെ ടീമിലേക്ക്, ആദിയുടെയും വിജയുടെയും നമ്മുടെ ഈ സൈഡിലെ ടീമിലേക്ക് സ്വാഗതം. നിസാമോൾ പോയെടുത്ത് നമ്മൾ അൻസിലെ ഇറക്കിയിരിക്കുകയാണ്. KSFE ഹാർമണി ചിട്ടികളെ എത്രയും വേഗം തന്നെ നിങ്ങൾ പോയി എടുക്കുക. കാരണം ആദ്യം എടുക്കുന്ന 100 പേർക്ക് സിംഗപ്പൂരിലേക്കുള്ള ഒരു വിമാന യാത്ര നിങ്ങളെ കാത്തിരിക്കുകയാണ്. നമ്മൾ എത്തിയിരിക്കുകയാണ് ലെവൽ 3-ൽ. നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാവോ അശ്വിനി? തിരിഞ്ഞു നോക്ക്. 15,000 രൂപയുടെ ഒരു വാഷിംഗ് മെഷീൻ നമ്മളെ നോക്കി തിരിച്ചോണ്ടിരിക്കുന്ന കണ്ടോ? അങ്ങനെ മൊത്തം നമുക്ക് 15,000 രൂപയുടെ നേരത്തെ 2 ലെവലിലെ ഗിഫ്റ്റുകളും ഇപ്പോഴത്തെ 15,000 ചേർത്ത് ടോട്ടൽ 30,000 രൂപയുടെ സമ്മാനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അൻസില ഒരു കിടിലം ചാൻസ് ആണ് കേട്ടോ. കാര്യം ഇടയ്ക്ക് കയറി വന്നിട്ടേ ഇപ്പൊ ഈ ഗെയിം വിജയിച്ച ഈ 30,000 രൂപ ആർക്കാണ്? അതൊക്കെ ഇവിടെയാണ്. ഗെയിം എന്താണെന്ന് ഈ ചോട്ടം പറഞ്ഞു തരും. സിമ്പിൾ ആണ്. നിങ്ങൾ ഇങ്ങോട്ട് പിടിക്കുക. ഇങ്ങനെ പിടിക്കണം. കണ്ടോ? എന്നിട്ട് നിങ്ങൾ ചുറ്റണം. ഇപ്പൊ എങ്ങനെയാണോ ഇത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ബോഡിയിൽ ഇതിന് ചുറ്റണം. 60 സെക്കൻഡ് സമയം നിങ്ങൾക്കുണ്ട്. ആ 60 സെക്കൻഡിൽ ഏറ്റവും കൂടുതൽ ചുറ്റിയെടുത്തിരിക്കുന്ന ആളായിരിക്കും വിജയിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം ഫിനിഷ് ചെയ്യുന്ന ആൾ ജയിക്കും. സിമ്പിൾ പരിപാടി. കൗണ്ട് ഡൗൺ താണ്ട തുടങ്ങാൻ പോവാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റെഡി? പിടിച്ചോ. കറങ്ങിക്കോ. അത്രേ ഉള്ളൂ. ഭഗവാനേ. കഴിഞ്ഞ ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ ഞങ്ങൾ ജയിച്ചേ. ഇന്ന് നിന്റെ ദിവസം അല്ലടാ മോനെ വിജയ്. ഇന്നതാ 3ാമത്തെ ലെവലും അടിച്ച് 30,000 രൂപയുടെ സമ്മാനമായി മുമ്പോട്ട് പോകുന്നു അശ്വിനി. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ നിന്ന് കറങ്ങിയ ഒരു സ്പീഡ് ഉണ്ടല്ലോ. കറങ്ങിയതിന് ശേഷവും പുള്ളിക്കാരി വിട്ടുകൊടുക്കാതെ പിന്നും കറങ്ങി. അങ്ങോട്ട് വലിയായിട്ട് നെളിക്കണ്ട. 3ാമത്തെ ലെവലിൽ ജയിച്ചെന്നൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇനി അടുത്ത ഒരു സംഭവം വരാൻ പോണുണ്ട്. ഒരു ജാക്ക് പോട്ട് റൗണ്ടാ വരുന്നത് കേട്ടോ. അതായത് അടിച്ചു മോനെന്ന റൗണ്ടിന്റെ പേര്. അത് വെറും ഭാഗ്യ പരീക്ഷണത്തിന്റെ ഒരു കളിയാണ്. ഈ ടാസ്ക് ഒന്നും അല്ല. ഭാഗ്യമാരുടെ കൂടെയാണോ അയാൾക്കായിരിക്കും ഈ സമ്മാനങ്ങളെല്ലാം ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ടല്ലോ. നമ്മളെ ജാക്ക് പോട്ട് റൗണ്ടിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങളിൽ ആർക്കാണ് ഭാഗ്യമുള്ളത് എന്ന് നമ്മൾ നോക്കുന്നതിന് മുന്നേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിയ ഓഡിയൻസിൽ ആർക്കാണ് ഭാഗ്യം അറിയേണ്ടത്. നിങ്ങൾക്ക് ഒരു സമ്മാനം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഈ കൈഡികൾക്ക്, ഈ ചിരികളികൾക്ക് നിങ്ങൾക്ക് സമ്മാനമുണ്ട്. അത് തിരഞ്ഞെടുക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആദിമോൻ. തിരഞ്ഞെടുക്കൂ. നാട്ടുകാരുടെ മനസ്സിൽ ആദ്യം നിറച്ചുകൊണ്ട് ആദ്യം തിരഞ്ഞെടുക്കുകയാണ്.
അതെ നിഷാൻ 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 എവിടെ ആ, നിഷാൻ ഭാഗ്യം. നിനക്ക് വേണ്ടിയായിരുന്നു ഇത്. എല്ലാരും കൈയടിച്ച് ഈസ്റ്റേൺ എല്ലാരും. 5 minutes കൈയടിക്കൂ, കിടിലം കൈയടിക്കൂ. ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽസ് ഈ കവറിലുണ്ട് ട്രൈ ചെയ്യണേ ആഹാ. അങ്ങനെ ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറായി 2 ചട്ടി തൂക്കിയിട്ടിട്ടുണ്ട് 2 കുടം. അടിച്ചു മോനെ. ഇതിലൊരു കുടത്തിൽ നമ്മുടെ ഭാഗ്യമുണ്ട്. അപ്പൊ ഇതിൽ ഏത് വേണോ അശ്വിനിക്ക് അടിച്ച് പൊട്ടിക്കാം കേട്ടോ. അപ്പൊ അശ്വിനി പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിച്ചിട്ട് ഏത് നോച്ച സെലക്ട് ചെയ്ത് അടിച്ച് പൊട്ടിക്ക്. എന്റെ കയ്യിലാണല്ലോ എല്ലാം. അശ്വിനി വിന്നർ ആയതുകൊണ്ടാണ് അശ്വിനിക്ക് അടിച്ച് പൊട്ടിക്കാനുള്ള അവസരം കിട്ടുന്നത് കേട്ടോ. 3 ലെവല് നമ്മുടെ കയ്യിലായിരുന്നു. ഇനി ഭാഗ്യം കൂടെ നമ്മുടെ കയ്യിലുണ്ടെന്ന് നോക്കാം. ഏത് വേണോ അടിച്ചോ. അങ്ങനെയൊന്നും പറയില്ല, അത് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അത് അവനെ പിന്നെ അടിക്കാം. എന്തുവാ തപ്പേ ആ മുട്ടയിടാ. ഇതുകൊണ്ട മുട്ട പോകുന്നു. മുട്ട ആ, ഒരു മുട്ട ഉരുണ്ട് പോണ്ട് മുട്ട അടിച്ചെടുക്കാം. ആ ദണ്ട് ഇങ്ങോട്ട് തരൂ. നീ ഇങ്ങോട്ട് മാറി നിക്ക്. ആ. നിന്റെ മുട്ട കൈ കിട്ടിയല്ലോ. കിട്ടിയല്ലോ. താഴെ പേപ്പർ ഒന്നും കിടപ്പില്ലല്ലോ. ഇല്ല. ആ നേരെ നോക്കിക്കോ. അത് നമ്മൾ സെറ്റപ്പ് ഉണ്ടാക്കി വേറെ സാധനം ഓക്കെ പിടിച്ചോ. അൻസില പ്രാർത്ഥിച്ചോണ്ട് പൊട്ടിക്കുമോളെ. അടിച്ചു മോളെ. എവിടെ മുട്ട? നോപ്പുണ്ടാ വേർ ഇസ് മൈ മുട്ട. നമുക്ക് അപ്പൊ എന്തിനായാലും നിങ്ങളല്ലേ ആദ്യം അടിച്ചത്. ആ. അപ്പൊ നമ്മൾ ആദ്യം മുട്ട നിങ്ങൾ തുറന്നു. മുട്ട തുറന്ന് നോക്കൂ. നിങ്ങളുടെ മുട്ടയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന്. പ്രാർത്ഥനയോടുകൂടി ആ മുട്ട ഞാനിതാ ഐശ്വര്യമായിട്ട് തുറക്കാൻ പോവുകയാണ്. ആ മുട്ടയിലാണെങ്കിൽ 30,000 വില മതിക്കുന്ന ഒന്നുമില്ല, കുറച്ച് വായു മാത്രം. അപ്പൊ അതായത് ഇന്ന് കഴിവ് മാത്രമല്ല ഭാഗ്യവും നമ്മുടെ കുട്ടി അശ്വിനിയുടെ കൂടെയാണ്. അശ്വിനിക്ക് ലഭിക്കുന്ന 30,000